തന്നെ വഴി തടഞ്ഞ സർക്കാരും പോലീസുമാണ് ഇവിടെയുള്ളത്. സർക്കാരിൻ്റെ ഇടതുപക്ഷത്തെ SFI DYFIക്കാരെ കൊണ്ടു തൻ്റെ വാഹനം തടഞ്ഞു, തൻ്റെ വാഹനത്തിന് കല്ലെറിഞ്ഞു. താൻ വൈസ് ചാൻസലറായ അല്ലെങ്കിൽ കോഴിക്കോട് ചാൻസലർ പദവി എന്ന ഗവർണറെ ആ ഒരു സംഭവം കോഴിക്കോട് സർവകലാശാലയിൽ അദ്ദേഹം ചെന്നപ്പോൾ അവിടെ പ്രതിഷേധമുണ്ടായി. അദ്ദേഹത്തിന് അവിടെ കയറ്റില്ല എന്ന് പറഞ്ഞു. വാശിക്ക് അദ്ദേഹം അവിടെ പോയി. അദ്ദേഹം അവിടെ താമസിച്ചു. കുട്ടികളുടെ എതിർപ്പ് വകവെച്ചില്ല. ഇവിടെയും സർക്കാരിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ അരിശം തീർത്തു, അല്ലെങ്കിൽ തീർത്ത് അദ്ദേഹം ഇറങ്ങിപ്പോയി എന്ന് പറയേണ്ടി വരും. ഗവർണറുടെ നയപ്രഖ്യാപനം 1 മിനിറ്റ് 17 സെക്കൻഡ് കൊണ്ട് തീർത്ത് ഗവർണർ അസംബ്ലിയിൽ നിന്ന് മടങ്ങി. നമസ്കാരം. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടായി കാണാൻ സാധ്യതയില്ല. ബജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുൻപായി സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഭരണഘടനാ ചുമതലയുള്ള തലവൻ എന്ന രീതിയിൽ ഗവർണർ നയപ്രഖ്യാപനം നടത്തുക സാധാരണയാണ്. എന്നാൽ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സർക്കാരും തമ്മിൽ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ശീത സമരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഗവർണറെ വഴിയിൽ തടയുകയും കരിങ്കൊടി കാണിക്കുകയും ഗവർണറുടെ വാഹനം കേടുവരുത്താൻ ശ്രമിക്കുകയും ഗവർണർ കോഴിക്കോട് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിക്കഴിഞ്ഞപ്പോൾ ഗവർണറെ കേരളത്തിലെ ഒരു സർവകലാശാലയിലും കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭരണകക്ഷിയായ CPM-ന്റെ യുവജന സംഘടനയും CPM-ന്റെ വിദ്യാർത്ഥി സംഘടനയും ഗവർണറെ തടയുവാൻ വേണ്ടി കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിലേക്ക് എത്തുകയുണ്ടായി. കോഴിക്കോട് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിൽ ഗവർണർ താമസിക്കുന്ന എല്ലാ കവാടങ്ങളിലും SFI ഗവർണർ ഗോ ബാക്ക് എന്നെഴുതിയ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും എഴുതിയ ബാനറുകൾ പ്രദർശിപ്പിക്കുകയുണ്ടായി. ഇത്തരം ബാനർ നാട്ടിയത് കണ്ട് കലിയിളകിയ ഗവർണർ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ ഈ ബാനർ അഴിച്ചു നീക്കിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഗവർണർ ഈ ബാനർ അഴിച്ചു നീക്കിയതിന് തൊട്ടുപുറകെ തന്നെ SFIക്കാർ വലിയ പ്രതിഷേധ പ്രകടനവുമായി എത്തി വീണ്ടും ബാനർ കെട്ടുന്നത് കാണാമായിരുന്നു. ഇവരെ, അതായത് SFIയുടെ സംസ്ഥാന അധ്യക്ഷനായ ആർഷോ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു ആ പ്രതിഷേധം. എന്നാൽ പോലീസ് അവരെ വളരെ അനുഭാവപൂർണ്ണം തന്നെ അനുനയിപ്പിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയും നമുക്ക് കാണാമായിരുന്നു. ഇതിലെല്ലാം പ്രകോപിതനായ ഗവർണർ സർക്കാരുമായി ശീതസമരത്തിൽ തന്നെയായിരുന്നു. പലപ്പോഴും സർക്കാരിനെതിരെ ഏതെങ്കിലും വിഷയത്തിൽ ആഞ്ഞടിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഗവർണർ അതൊരു കാരണവശാലും മാറ്റിവെച്ചിരുന്നില്ല. ഗവർണർക്കെതിരെ അടുത്തിടെ മുഖ്യമന്ത്രിയും പോർമുഖം തുറന്നിട്ടുണ്ടായിരുന്നു. ഗവർണറും മുഖ്യമന്ത്രിയും നേർക്കുനേർ ഇങ്ങനെ പോർമുഖം തുറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ തന്നെയാണ് ഇപ്പോൾ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം വേണ്ടി വന്നത്. ഗവർണർ ഇതിനുവേണ്ടി നിയമസഭാ ഹാളിലേക്ക് എത്തുകയും ബഹുമാനപ്പെട്ട സ്പീക്കറും മുഖ്യമന്ത്രിയും ഗവർണറെ പൂച്ചെണ്ട് നൽകി സ്വീകരിക്കുകയെല്ലാം ചെയ്തു. എന്നാൽ ഈ സമയത്തൊന്നും തന്നെ ഗവർണർ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കുക പോലും ഉണ്ടായില്ല. ഹാളിലേക്ക് പ്രവേശിക്കുന്നു, പ്രതിപക്ഷ നിരകളെ കൈ ഉയർത്തി കാണിക്കുന്നു, ഭരണപക്ഷ നിരയിലുള്ള ആളുകളെ കൈകൂപ്പുന്നു. ഗവർണർ തന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് കടക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി കേരള നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ആദ്യ ഖണ്ഡികയും അവസാന ഖണ്ഡികയും വായിച്ച് അതിന്റെ ഔപചാരികമായ ഒരു അവതരണം കഴിഞ്ഞു ഗവർണർ മടങ്ങുകയും ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കരണത്തേറ്റ ഒരു പ്രഹരം തന്നെയായിരുന്നു ഗവർണറുടെ ഈ നടപടി എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തുകയും അതിന്റെ ആദ്യ 2 വരികൾ വായിക്കുകയും ആദ്യ ഖണ്ഡിക വായിക്കുകയും അവസാന ഖണ്ഡികയും വായിച്ചുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം പൂർത്തിയാക്കി ഗവർണർ മടങ്ങി. ഗവർണർ മടങ്ങുന്ന സമയത്തിൽ സെൻഡ് ഓഫ് നൽകുന്നതിന് വേണ്ടി സ്പീക്കറും മുഖ്യമന്ത്രിയും ഗവർണറെ അനുഗമിച്ച് എത്തിയെങ്കിലും ഗവർണർ അതൊന്നും യാതൊരു തരത്തിലും മൈൻഡ് ചെയ്യാതെ കാറിൽ കയറി രാജ്ഭവനിലേക്ക് പോവുകയായിരുന്നു. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് മറ നീക്കി പുറത്തു വന്ന സന്ദർഭം തന്നെയായിരുന്നു ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയ വേളയിൽ ഉടനീളം കാണാൻ സാധിച്ചത്. ഗവർണറുടെ ഇത്തരം നടപടി സർക്കാരിനെ കൃത്യമായി തന്നെ പ്രതിസന്ധിയിലാഴ്ത്തുന്നു, അല്ലെങ്കിൽ പിണറായി വിജയനെ വെട്ടിലാഴ്ത്തുന്ന ഒരു രീതി തന്നെയായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും മറ്റിതര രാഷ്ട്രീയ കക്ഷികളുമെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതായ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ച് റിട്ടയർഡ് DYSP ആയ ജോർജ് ജോസഫ് നടത്തുന്ന അഭിപ്രായ പ്രകടനം നമുക്കൊന്ന് കേൾക്കാം. ഗവർണറുടെ നയപ്രഖ്യാപനം
1 മിനിറ്റ് 17 സെക്കൻഡ് കൊണ്ട് തീർത്ത് ഗവർണർ അസംബ്ലിയിൽ നിന്ന് മടങ്ങി. ഇന്ന് നിയമസഭ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. നയപ്രഖ്യാപനം ഗവർണർ നടത്തണം. അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കാൻ അദ്ദേഹം എത്തി. ഇടതുപക്ഷ ഗവൺമെൻറ്റും അദ്ദേഹം തമ്മിലുള്ള പോര് നമുക്കറിയാം. അത് അസംബ്ലിയുടെ കവാടത്തിലെത്തി അദ്ദേഹത്തിന് പരേഡ് സല്യൂട്ട് കൊടുത്തു. ഗവർണറെയൊക്കെ പൂച്ചെണ്ട് നൽകി മുഖ്യമന്ത്രിയും സ്പീക്കറും. പൂച്ചെണ്ട് 2 പേരുടെയും വാങ്ങിച്ച് തൻ്റെ ADC കയ്യിലേക്ക് കൊടുത്തു. അവർക്ക് 2 പേർക്കും കൈയും കൊടുത്തു. പക്ഷെ മുഖത്ത് നോക്കിയില്ല. അദ്ദേഹം പിന്തിരിഞ്ഞ് നടന്നു നിയമസഭാ ഹാളിലേക്ക്. ഹാളിൽ പ്രവേശിച്ച ഉടനെ പിന്നാലെ മുഖ്യമന്ത്രിയും സ്പീക്കറും അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട്. അദ്ദേഹം ഭരണപക്ഷത്തോട് നോക്കി കൈകൂപ്പി, പ്രതിപക്ഷ നിരയിലേക്ക് നോക്കി കൈകൂപ്പി, നേരെ ഡയസിലേക്ക് കയറി ദേശീയഗാനം അവിടെ ആലപിച്ചു. അതിനുശേഷം അദ്ദേഹം ബഡ്ജറ്റ് പ്രസംഗത്തിന് എഴുന്നേറ്റു. പ്രതിപക്ഷം അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, 2 പേരും ഒത്തുതീർപ്പിലായോ എന്ന്. അദ്ദേഹം രൂക്ഷമായിട്ടൊന്ന് അവരെ നോക്കി ബഡ്ജറ്റ് വായന തുടങ്ങി. അനിഷ്ടകരമായ പല കാര്യങ്ങളും, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോളിസിക്ക് എതിരായിട്ട് ചില കാര്യങ്ങളുമൊക്കെ ബഡ്ജറ്റിലുണ്ട്. അത് അദ്ദേഹം കണ്ടിട്ടുണ്ടാവണം. ഏതായാലും അദ്ദേഹം അതിൻ്റെ ആമുഖ ഖണ്ഡിക മാത്രം വായിച്ചു. ബാക്കിയുള്ള എല്ലാം വിട്ടു. ഏറ്റവും അവസാനത്തെ ഖണ്ഡികയും കൂടെ ഞാൻ വായിക്കുകയാണ് എന്ന് പറഞ്ഞ് അവസാനത്തെ ഖണ്ഡികയും വായിച്ചു. ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനം തീർന്നു. 1 മിനിറ്റ് 17 സെക്കൻഡ്. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി കാറിൽ കയറി യാത്രയായി. അദ്ദേഹത്തിനെ സെൻഡ് ഓഫ് ചെയ്യാൻ പിന്നാലെ മുഖ്യമന്ത്രി കാറിൽ അവിടെ വരെ നടന്നു. സ്പീക്കറും നടന്നെത്തി. അദ്ദേഹം മടങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും ആ ചലനവും പ്രസംഗവും നോട്ടവും കൈകൂപ്പലും എല്ലാം ഒരു എതിർപ്പിൻ്റെ സ്വഭാവത്തോടു കൂടി തന്നെയാണ്. അത് പ്രതിപക്ഷമായാലും ശരി, ഭരണകക്ഷിയായാലും ശരി, അദ്ദേഹത്തിനോട് എതിർപ്പാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഹാളിൽ കയറിയപ്പം ഇരുവശത്തോട്ടും കൈകൂപ്പി എല്ലാവരെയും ഒന്ന് വണങ്ങിയാണ് ഡയസിൽ കയറിയത്. മുഖ്യമന്ത്രിയുടെ അദ്ദേഹം മുഖത്ത് നോക്കിയേയില്ല. ആ പൂച്ചെണ്ട് നൽകിയപ്പം പോലും നോക്കിയില്ല, കൈ കൊടുത്തു. സർക്കാരിൻ്റെ ചില നയങ്ങളോട് ഗവർണർക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ട് ആ ഭാഗമൊന്നും വായിച്ചില്ല. തമിഴ്നാട് സർക്കാരിലെ അവിടുത്തെ ഇതുപോലെ നയപ്രഖ്യാപന സമയത്ത് RN രവി ഗവർണർ വഴിവിട്ട് ചില കാര്യങ്ങൾ നയപ്രഖ്യാപനത്തിന് എഴുതി കൊടുത്ത ആ പ്രസംഗത്തിൽ വഴിവിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ മുഖ്യമന്ത്രി സ്റ്റാലിൻ എഴുന്നേറ്റ് നിന്നു, പ്രതിഷേധം പ്രകടമാക്കി. അദ്ദേഹം പിന്നെ സംസാരിച്ചില്ല. അപ്പം ഒരു ഗവൺമെൻറ്റിൻ്റെ നയത്തിനോട് ഗവർണർക്ക് വിയോജിപ്പുണ്ടാകാം. പക്ഷേ ഗവർണർ പദവി അനുസരിച്ച് അത് അസംബ്ലിയിൽ വായിച്ചേ പറ്റൂ. പ്രതിഷേധമുള്ള കാര്യം ചില ഗവർണർമാർ ആ പാരഗ്രാഫ് വിട്ട് പ്രസംഗിച്ച ചരിത്രം കേരള അസംബ്ലിയിലുണ്ട്. ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും അതുണ്ട്. ഇവിടെ അദ്ദേഹം ആമുഖമായി ആദ്യത്തെ ഖണ്ഡിക അത് വായിച്ചു. പിന്നീട് പ്രതിപക്ഷത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അവസാനത്തെ ഖണ്ഡികയാണ് ഇനി വായിക്കാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അവസാനത്തെ ഖണ്ഡികയും വായിച്ച് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അസംബ്ലി പിരിഞ്ഞു. നയപ്രഖ്യാപന ദിവസം അങ്ങനെയാണ്. ഇതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ പോയത് തന്നെ വഴി തടഞ്ഞ സർക്കാരും പോലീസുമാണ് ഇവിടെയുള്ളത്. സർക്കാരിൻ്റെ ഇടതുപക്ഷത്തെ SFI DYFIക്കാരെ കൊണ്ടു തൻ്റെ വാഹനം തടഞ്ഞു, തൻ്റെ വാഹനത്തിനെ കല്ലെറിഞ്ഞു.
താൻ വൈസ് ചാൻസലറായ അല്ലെങ്കിൽ കോഴിക്കോട് ചാൻസലർ പദവി എന്ന ഗവർണറെ ആ ഒരു സംഭവം കോഴിക്കോട് സർവകലാശാലയിൽ അദ്ദേഹം ചെന്നപ്പോൾ അവിടെ പ്രതിഷേധമുണ്ടായി. അദ്ദേഹത്തിന് അവിടെ കയറ്റില്ല എന്ന് പറഞ്ഞു. വാശിക്ക് അദ്ദേഹം അവിടെ പോയി. അദ്ദേഹം അവിടെ താമസിച്ചു. കുട്ടികളുടെ എതിർപ്പ് വകവെച്ചില്ല. ഇവിടെയും സർക്കാരിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ അരിശം തീർത്തു, അല്ലെങ്കിൽ തീർത്ത് അദ്ദേഹം ഇറങ്ങിപ്പോയി എന്ന് പറയേണ്ടി വരും. ഗവർണർ നയപ്രഖ്യാപനം ആദ്യത്തെ സെൻറ്റൻസോ അല്ല ആദ്യത്തെ പാരഗ്രാഫോ വായിച്ചു. അതിനുശേഷം ബാക്കി ഭാഗങ്ങൾ വിട്ടു. അവസാനത്തെ ഭാഗം വായിച്ചാൽ ഗവർണർ ആ നയപ്രഖ്യാപനം വായിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. സുപ്രീം കോടതിയും അംബേദ്കറുടെ പല വിശദീകരണവും ഒക്കെ ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ആ തുടക്കത്തിൽ അദ്ദേഹം ആ നയപ്രഖ്യാപനത്തിൻ്റെ ആദ്യത്തെ ഖണ്ഡിക വായിച്ച് ബാക്കിയൊക്കെ വിട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല. അവസാനത്തെ കൂടെ വായിച്ചു കഴിഞ്ഞാൽ ഒരു പ്രിസംഷൻ അതാണ്, ഗവർണർ നയപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അതിനുശേഷം അസംബ്ലി പിരിഞ്ഞു. ഇനി തിങ്കളാഴ്ച മാത്രമേ അസംബ്ലി ഉണ്ടാവുകയുള്ളൂ. നാളെ റിപ്പബ്ലിക് ഡേ ആണ്. പക്ഷേ ഇടതുമുന്നണി ഇന്ന് കൃത്യമായിട്ട് ഈ ഗവർണറുടെ പ്രസംഗത്തിന് ശേഷം AKG സെൻറ്ററിലെ മന്ത്രിമാരും അവരുടെ പാർട്ടി നേതാക്കന്മാരും അടിയന്തര യോഗം ചേരുകയാണ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനോടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതിനോടുള്ള എതിർപ്പാണോ, അതിനൊരു പ്രമേയം തിങ്കളാഴ്ച വരുമോ, അത് സെൻട്രൽ ഗവൺമെൻറ് അറിയിക്കാനാണോ, ഏതായാലും മന്ത്രിസഭയുടെ ഒരു തീരുമാനം ഗവർണർക്കെതിരെ ഉണ്ടായി. അത് കൃത്യമായി സെൻട്രലിലും ഉണ്ടാകും, സെൻട്രലിൽ അയക്കും എന്നാണ് ഞാൻ കരുതുന്നത്.